നമസ്കാരം. ചതുരംഗം ഭാഗം 8 സ്വാഗതം. വിദ്യാരംഭത്തിന് എഴുതിച്ചതും വിദ്യാലയത്തിൽ പഠിപ്പിച്ചതും പത്രങ്ങൾ പ്രചരിപ്പിച്ചതുമായ അക്ഷരമാലകളിൽ തെറ്റുകളുണ്ട്. അത് വ്യക്തമാക്കാനും യഥാർത്ഥ അക്ഷരമാല എന്തെന്ന് ബോധ്യപ്പെടുത്താനും ആവശ്യമായ തെളിവുകൾ അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ ലക്ഷ്യം. വാഴക്കുല എന്ന കവിത അച്ചടിച്ച പുസ്തകം നോക്കിയാൽ അത് എഴുതിയ കവി ആരാണെന്നറിയാം. അതുപോലെ മലയാള അക്ഷരമാലയിൽ ഏതെല്ലാം അക്ഷരങ്ങളുണ്ടെന്നറിയാൻ അക്ഷരമാല പ്രസിദ്ധീകരിച്ച ഒരു ഭാഷാശാസ്ത്ര ഗ്രന്ഥമെങ്കിലും നോക്കിയാൽ മതി. അത് പരിശോധിക്കാൻ തയ്യാറാകാത്തതാണ് ശരിയായ അക്ഷരമാല മിക്ക ആളുകൾക്കും അറിയാത്തതിന് കാരണം. ആ കുറവ് പരിഹരിക്കാൻ ഒന്നിനു പകരം 5 ഗ്രന്ഥങ്ങളിലെ അക്ഷരമാലകൾ കാണാം ഈ വീഡിയോയിൽ. ഇനി ആർക്കും നമ്മുടെ ശ്രേഷ്ഠ ഭാഷയുടെ അക്ഷരമാലയെക്കുറിച്ച് ഒരു തരത്തിലുമുള്ള സംശയമുണ്ടാകരുത്. ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർ എൻ്റെ വാക്കുകൾ വിശ്വസിക്കേണ്ട, തെളിവുകൾ സ്വയം കണ്ട് ബോധ്യപ്പെടുക. ആദ്യം നമുക്ക് സർക്കാരിൻ്റെ അക്ഷരമാലയിലെ തെറ്റുകൾ എന്താണെന്ന് കാണാം. ഇതാണ് 1ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ള അക്ഷരമാല. ശ്രദ്ധിക്കുക, സ്വരാക്ഷരങ്ങൾ അനുസ്വാരം എന്നും വിസർഗമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യഞ്ജനാക്ഷരങ്ങളിൽ ക മുതൽ റ വരെയുള്ള 36 അക്ഷരങ്ങളുണ്ട്. അക്ഷരമാലയിൽ എന്നീ അക്ഷരങ്ങൾ ഉൾപ്പെടുത്തിയതും ട ന എന്നീ അക്ഷരങ്ങൾ ഒഴിവാക്കിയതും തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് തെളിവുകൾ പരിശോധിക്കാം. ഇത് വിശ്വസാഹിത്യ വിജ്ഞാനകോശം പ്രസിദ്ധീകരിച്ചത് കേരള സംസ്ഥാന വിജ്ഞാനകോശ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സർക്കാർ സ്ഥാപനം. 1994 ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനായിരുന്നു ചെയർമാൻ. അക്ഷരമാല കാണുക. ഇതിൽ എന്നീ അക്ഷരങ്ങളില്ല, ട ന എന്നീ അക്ഷരങ്ങളുണ്ട് എന്ന് ഓർമ്മിക്കുക. ഇനി നമുക്ക് സർവ്വവിജ്ഞാനകോശം 1ാം വാല്യം നോക്കാം. ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചതും കേരള സംസ്ഥാന വിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സർക്കാർ സ്ഥാപനമാണ്. 2004 അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ A.K. ആൻ്റണിയാണ് ചെയർമാൻ. 85-86 പേജുകളിലാണ് അക്ഷരമാലയുള്ളത്. ഇതിലും ടായും നായും ഉണ്ട്. മൂന്നാമതൊരു സർക്കാർ സ്ഥാപനമായ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച വ്യാകരണമിത്രം എന്ന ഗ്രന്ഥം പരിശോധിക്കാം. രചയിതാവ് M. ശേഷഗിരി പ്രഭു. കേരള പാണിനീയത്തോടൊപ്പം സ്ഥാനമുണ്ടെന്ന് പ്രസാധകർ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിലും കാണാനില്ല. ട ന എന്നീ അക്ഷരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരള സർക്കാർ പ്രസിദ്ധീകരിച്ച 3 ഗ്രന്ഥങ്ങളിലെ അക്ഷരമാലകൾ നാം കണ്ടു കഴിഞ്ഞു. ഇനി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ച വിശ്വവിജ്ഞാനകോശം നോക്കാം. ഈ കൃതിയുടെ എഡിറ്റോറിയൽ ബോർഡ് ചെയർമാൻ ഡോക്ടർ N.V. കൃഷ്ണവാര്യരും ചീഫ് എഡിറ്റർ പ്രൊഫസർ S. ഗുപ്തൻ നായരുമാണ്. ഈ അക്ഷരമാലയിലും കാണാനില്ല. ടായും നായും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ മലയാള അക്ഷരമാലയിൽ ഏതൊക്കെ അക്ഷരങ്ങൾ ഉണ്ടെന്നറിയാൻ മലയാള ശബ്ദശാസ്ത്രത്തിൻ്റെ ആധികാരിക ഗ്രന്ഥമായ കേരള പാണിനീയം മാത്രം മറിച്ചു നോക്കിയാൽ മതി. 130 വർഷം മുമ്പ് A.R. രാജരാജവർമ്മ അത് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. കാണുക, ഇതിലും ഇല്ല, ട ന എന്നീ അക്ഷരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട ആധികാരികമായ ഗ്രന്ഥങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണാം. ഈ ഗ്രന്ഥങ്ങളിലെ അക്ഷരമാലകളിലെല്ലാം ട ന എന്നീ അക്ഷരങ്ങളുണ്ട്, എന്നീ അക്ഷരങ്ങൾ ഒന്നിലുമില്ല. ഇങ്ങനെ 13 സ്വരാക്ഷരങ്ങളും 38 വ്യഞ്ജനാക്ഷരങ്ങളും ഉൾപ്പെടെ 51 അക്ഷരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ അക്ഷരമാലയിൽ ഉള്ളതെന്ന് പ്രമുഖ ശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നു. പിന്നെ എങ്ങനെയാണ് എന്നീ അക്ഷരങ്ങൾ സർക്കാർ പാഠപുസ്തകത്തിലെ അക്ഷരമാലയിൽ കടന്നുകൂടിയത്? അക്ഷരമാലയിൽ ഉണ്ടാകേണ്ട ടായും നായും ഒഴിവാക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കെ കരുണാകരനും A.K. ആൻ്റണിയും മുഖ്യമന്ത്രിമാരായത് എന്ന കാരണത്താലാണ് അന്ന് സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ ആയത്. അവരൊന്നും ഗ്രന്ഥരചനയിൽ നിർദ്ദേശം കൊടുത്തവരുമല്ല. അക്ഷരമാല ചേർത്തത് പ്രമുഖ ഭാഷാ പണ്ഡിതരാണ്. അതുകൊണ്ടാണ് എല്ലാ ഗ്രന്ഥങ്ങളിലെയും അക്ഷരമാല ഒരുപോലെയായത്.
എന്നാൽ ഈ ഗ്രന്ഥങ്ങളിലെ അക്ഷരമാലകളെ അവഗണിച്ചുകൊണ്ട് 2022 ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അധ്യക്ഷനായ ഉന്നതതല സമിതിയാണ് തെറ്റുകളുള്ള അക്ഷരമാല അംഗീകരിച്ചതും പാഠപുസ്തകത്തിൽ ചേർത്തതും. മലയാള ഭാഷാ പണ്ഡിതന്മാർ സർക്കാർ പ്രസിദ്ധീകരണങ്ങളിൽ ചേർത്ത അക്ഷരമാലകളിൽ മാറ്റം വരുത്തിയതിന് കാരണം വിശദമാക്കാൻ തിരുത്തിയവർക്ക് ചുമതലയുണ്ട്. കാരണം മലയാള ഭാഷ എല്ലാ മലയാളികൾക്കും വരും തലമുറകൾക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും മറ്റും ഇവിടെ സൂചിപ്പിച്ച ഗ്രന്ഥങ്ങളിലെ അക്ഷരമാലകൾ കാണുകയും പാഠപുസ്തകത്തിലുള്ള തെറ്റുകളുള്ള അക്ഷരമാല പിൻവലിച്ച് ശരിയായത് നൽകുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വിവരങ്ങൾ തുടർന്നും ലഭിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ ചതുരംഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണെന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വാചനങ്ങൾ നിർത്തുന്നു. നന്ദി.